ഒരു ചോദ്യം, ഇഫ് യു ഡിവൈഡ് 2024 ബൈ 2 വാട്ട് വിൽ ബി ദ റിമൈൻഡർ ബി? അതായത് 2024 2 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ അതിൽ ശിഷ്ടം അഥവാ റിമൈൻഡർ എത്രയെന്നാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ഉത്തരത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു എളുപ്പ വഴി പ്രയോഗിക്കാം. നമസ്കാരം, ഇവിടെ ഒരു ചോദ്യം, ഇഫ് യു ഡിവൈഡ് 2024 ബൈ 2 വാട്ട് വിൽ ബി ദ റിമൈൻഡർ? അതായത് 2024 2 കൊണ്ട് ഹരിക്കുകയാണെന്നുണ്ടെങ്കിൽ റിമൈൻഡർ എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് നമുക്ക് മനക്കണക്കായിട്ട് ചെയ്യാം. അതിനൊരു എളുപ്പ വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഹരിച്ചു നോക്കേണ്ട കാര്യമില്ല. ഇവിടെ തന്നിരിക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് 2024. നമുക്കിവിടെ ഹരിക്കേണ്ടത് 2 കൊണ്ടാണ് ഹരിക്കേണ്ടത്. അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ ചെയ്യേണ്ടത് അവസാനത്തെ സംഖ്യ എടുക്കുക. അതായത് ഒറ്റയുടെ സ്ഥാനത്ത് എടുക്കുന്ന സംഖ്യ 4 ഈ 4 എന്ന് പറയുന്ന സംഖ്യ ഒരു ഈവൻ നമ്പറാണ്, അല്ലെങ്കിൽ ഇരട്ട സംഖ്യയാണ്. അല്ലെങ്കിൽ 2ന്റെ ഗുണനപ്പട്ടികയിലുണ്ട്. അവസാന സംഖ്യ 2ന്റെ ഗുണനപ്പട്ടികയിലുണ്ടോ എന്ന് നോക്കിയാൽ മതി. 2ന്റെ ഗുണനപ്പട്ടികയിലുണ്ട്. കാരണം നമുക്കറിയാം 2 ഗുണം 2 ആണ് 4, 2 ആണ് 4. അപ്പം അതുകൊണ്ട് തന്നെയും 2024 നമ്മൾ 2 കൊണ്ട് ഹരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിവിടുത്തെ റിമൈൻഡർ എന്ന് പറയുന്നത് 0 ആയിരിക്കും, 0 ആയിരിക്കും. ഇനി മറ്റൊരു ഉദാഹരണം ഇതുപോലെ തന്നെ നോക്കാം. 2026 നമ്മൾ 2 കൊണ്ട് ഹരിക്കുകയാണെന്ന് വിചാരിക്കുക. ഇവിടുത്തെ റിമൈൻഡർ കണ്ടെത്താനായിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അവസാനത്തെ സംഖ്യ എടുക്കുക. ഇവിടെ അവസാനത്തെ സംഖ്യ 6 ആണ്. ഈ 6 എന്ന് പറയുന്നത് ഒരു ഇരട്ട സംഖ്യ അല്ലെങ്കിൽ ഈവൻ നമ്പറാണ്. ഇല്ലെങ്കിൽ ഈ 6 2ന്റെ ഗുണനപ്പട്ടികയിൽ ഉണ്ടോ എന്ന് നോക്കുക. 2ന്റെ ഗുണനപ്പട്ടികയിൽ 6 ഉണ്ട്. കാരണം 3 ഗുണം 2 ആണ് എന്ത് 6 എന്ന് പറയുന്നത്. 3 2 ആണ് 6. അപ്പം അതുകൊണ്ട് തന്നെയും ഇതിൻ്റെ റിമൈൻഡർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി മറ്റൊരു പ്രവർത്തനം നമുക്ക് ചെയ്തു നോക്കാം. ഇപ്പം നമുക്ക് കിട്ടിയ സംഖ്യ 1975 ആണെന്ന് വിചാരിക്കുക. ഇതിനെ 2 കൊണ്ട് നമുക്ക് ഹരിക്കണം. നേരത്തെ ചെയ്ത പോലെ തന്നെ അവസാനത്തെ സംഖ്യ എടുക്കുക. 5 ആണ് അവസാനത്തെ സംഖ്യ. 5 നമുക്കറിയാം ഇതൊരു ഈവൻ നമ്പർ അല്ല, ഇതൊരു ഓഡ് നമ്പറാണ്. മാത്രമല്ല ഈ 5 എന്ന് പറയുന്ന സംഖ്യ 2ന്റെ ഗുണനപ്പട്ടികയിൽ ഇല്ല. കാരണം 2 ഗുണം 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണ്. പിന്നെ 2 ഗുണം 3 എന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 6 ആയിരിക്കും. നമുക്ക് 5 എന്ന് പറയുന്ന സംഖ്യയില്ല. പക്ഷേ 2 ഗുണം 2 ചെയ്തപ്പോൾ 4 കിട്ടി. മിച്ചം എത്ര കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 5 കിട്ടും? അതെ, 1 കൂട്ടിക്കഴിഞ്ഞാൽ 5 കിട്ടും. അപ്പോൾ ഇവിടുത്തെ റിമൈൻഡർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 ആയിരിക്കും. ഉദാഹരണം നമുക്കിവിടെ നോക്കാം. 1632. ഈ ഒരു സംഖ്യയെ 2 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ അവസാനത്തെ സംഖ്യ നമുക്ക് നോക്കാം 2 ആണ്. 2 എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പറാണ്. മാത്രമല്ല 2 2ന്റെ ഗുണനപ്പട്ടികയിലും ഉണ്ടല്ലോ. 2 ഗുണം 1 ആണ് എന്ത് വരിക? 2. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റിമൈൻഡർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി ഇതിനെ നമുക്ക് ചുരുക്കത്തിൽ മറ്റൊരു രീതിയിൽ പറയാം. ഏതൊരു സംഖ്യയുടെയും അവസാനത്തെ ഡിജിറ്റ് അതല്ലെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്ത് കിടക്കുന്ന സംഖ്യ ഇരട്ട സംഖ്യ അല്ലെങ്കിൽ ഈവൻ നമ്പറാണ് എങ്കിൽ ആ സംഖ്യയെ 2 കൊണ്ടാണ് നമ്മൾ ഹരിക്കേണ്ടതെങ്കിൽ അതിൻ്റെ റിമൈൻഡർ എപ്പോഴും 0 ആയിരിക്കും. അല്ലാത്ത കേസിൽ റിമൈൻഡർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഉദാഹരണം നമുക്ക് നോക്കാം. 1733 നമ്മൾ 2 കൊണ്ട് ഹരിക്കുകയാണെന്ന് വിചാരിക്കുക. ഇവിടെ അവസാന സംഖ്യ 3 ആണ്. ഇതൊരു ഈവൻ നമ്പറാണോ? അല്ല, ഇതൊരു ഓഡ് നമ്പറാണ്. ഓഡ് നമ്പർ ആയതുകൊണ്ട് ഇതിൻ്റെ റിമൈൻഡർ എന്ന് പറയുന്നത് 1 ആയിരിക്കും.